വിദേശ പഠനം ഇന്ന് വലിയൊരു ശതമാനം വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ് അല്ലേ? മികച്ച സാധ്യതകളിലേക്ക് വഴി തുറക്കാൻ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. വിദേശ പഠന രംഗത്തെ വിദഗ്ധനും കൺസൾട്ടന്റുമായ ദിലീപ് രാധാകൃഷ്ണൻ പ്രേക്ഷകരുമായി സംസാരിക്കുന്നു. വിദേശ വിദ്യാഭ്യാസം എന്നുള്ള ഒരു തീരുമാനം എഡ്യൂക്കേഷനെ മാത്രം കണക്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ അല്ല. ഫ്യൂച്ചർ ജോലിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തിൻ്റെ ഒരു സെക്യൂരിറ്റിയെക്കുറിച്ച് ഒക്കെയും കൺസേൺ ഉള്ളവർക്ക് അതൊരു വലിയ ടേണിംഗ് പോയിൻ്റാണ്. അതുകൊണ്ടാണ് 30-ലേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടത്തെയൊക്കെയും യൂണിവേഴ്സിറ്റീസിലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ത് എന്നറിഞ്ഞ്, ജോലി സാധ്യത എന്ത് എന്നറിഞ്ഞ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് അവരുടെ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണം, കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊരു ഗൈഡൻസ് കൊടുക്കുന്ന മാസ്റ്റർ കൺസൾട്ടന്റ് ആൻഡ് ഫോറിൻ എഡ്യൂക്കേഷൻ എക്സ്പേർട്ട് ശ്രീ ദിലീപ് രാധാകൃഷ്ണനെ പോലെയുള്ളവരുടെ വേർഡ്സ് വാല്യുബിൾ ആകുന്നത്. സോ വി ആർ വെരി ഓണേർഡ് ടു സ്പീക്ക് വിത്ത് യു ടുഡേ. കരിയറിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും കൺട്രീസിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വയറീസ് ഉണ്ട്. പക്ഷെ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം കൺസൾട്ടൻസീസ്. കാരണം അതാണല്ലോ ആദ്യത്തെ പടി പലർക്കും. കൺസൾട്ടൻസീസിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഗ്യാരണ്ടീസ് ആണ് സ്റ്റുഡൻസിന്റെ മുന്നിൽ ആദ്യം തന്നെ ഇങ്ങനെ മിന്നി മറിഞ്ഞു നിൽക്കുന്നത്. പാർട്ട് ടൈം ജോലി ഗ്യാരണ്ടി, വിസ ഗ്യാരണ്ടി, അവിടെ വർക്ക് പെർമിറ്റ് ഗ്യാരണ്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ഹൗ ടു സെലക്ട് എ കൺസൾട്ടൻസി ദാറ്റ്സ് ജെന്യുവിൻ ആൻഡ് ഈ ഗ്യാരണ്ടീസിൽ എത്രത്തോളമാണ് ശരിക്കും ജെന്യുവിൻ? വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഗ്യാരണ്ടി പറയുന്ന ആൾക്കാരുടെ ഒപ്പം പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. സിമ്പിൾ ആൻസർ ആണ്. അതിന്റെ റീസൺ നമ്മൾ വളരെ ലോജിക്കലാണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമാണ് നിങ്ങളുടെ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്ത് തരാൻ പറ്റുന്നത് അല്ലേ? നമുക്കൊരിക്കലും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ആർക്കും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ബാങ്കിന്റെ കാര്യത്തിൽ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ സിബിൽ സ്കോർ, നമ്മുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി, ഇങ്ങനത്തെ കുറേ ഘടകങ്ങളാണ് നമുക്കൊരു ബാങ്ക് ലോൺ തരണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഇത് രണ്ടും കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ കടമ്പയാണ് വിസ എന്ന് പറയുന്നത്. അത് ഇനി എത്ര പൈസ വെച്ച് പോയാലും ആ ഒരു എംബസി ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ ഇന്ന ആൾക്ക് വിസ റിജക്റ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലുള്ള തീരുമാനങ്ങൾ, ഇത് 3ഉം വർക്ക് ചെയ്താൽ മാത്രമാണ് സ്റ്റഡി അബ്രോഡ് പ്ലാൻ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ബ്രൈബ് ചെയ്യാൻ പറ്റുക? ഒരു യൂണിവേഴ്സിറ്റിയെ ബ്രൈബ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു ബാങ്കിനെ ബ്രൈബ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു വിസ ഒരു എംബസിയെ നിങ്ങൾക്ക് ബ്രൈബ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും എന്നാ ഇതൊക്കെ ഞാനങ്ങ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസും പേരൻസും ഉണ്ടാകും. സോ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഡിസഡ്വാൻറ്റേജസ് വരാൻ സാധ്യത? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യുന്നത് ഒരു തെറ്റുമില്ല. ഒരു കൺസൾട്ടന്റ് കൂടിയേ തീരൂ എന്നൊന്നും ഞാൻ പറയില്ല ഒരിക്കലും. അതിന് മെയിൻ റീസൺ വിസയാണ്. വിസ എന്ന് പറയുന്ന ഒരു സംഭവത്തിലെത്തുമ്പോൾ പല പല നെഗറ്റീവ് കമന്റുകൾ നമുക്ക് ഉണ്ടാവും. അതായത് നമ്മുടെ പ്രൊഫൈല് റിജക്റ്റ് ചെയ്യാൻ കാരണമായിട്ട് അങ്ങനത്തെ കമന്റ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. രണ്ടാമത് വിസ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴും ആ റിമാർക്ക് അവിടെ കിടക്കും. നമ്മൾ അത്രയും ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ ഒരു കൺസൾട്ടന്റ് ആവശ്യമെന്ന് ഞാൻ പറയില്ല. ഈവൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് പോലും ഞാൻ അത് ഒരിക്കലും പറയുന്നില്ല. എന്താണ് ഈ വരുന്ന ഡൗട്ട്സിലൊക്കെയും ഇപ്പോഴും എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു മിത്ത് എന്ന് ഇപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം? എല്ലാവരും ആലോചിക്കുന്ന ഒരു കംഫോർട്ട് സോണാണ്. എനിക്കിവിടെ മലയാളികൾ നമ്മൾ പ്രത്യേകിച്ചും ഒരുപാട് പറ്റിക്കപ്പെടലുകൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഗ്യാരണ്ടി മേടിച്ചെടുക്കുക എന്നതിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഗ്യാരണ്ടി എങ്ങനെയും മേടിച്ചെടുക്കുക, ആ ഗ്യാരണ്ടി പറയുന്ന ആളുടെ ഒപ്പം പോവുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ റിജക്ഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാരണ്ടിക്ക് എന്താ പ്രസക്തി ഉള്ളത്? And on that topic, what I would like to ask you is, പല സീൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്, പല അഡ്വർടൈസ്മെന്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് UK-യിലും കാനഡയിലും പോകണോ എന്ന ചോദ്യത്തോടു കൂടിയാണ്. പക്ഷേ കുട്ടികൾ മാറി ചിന്തിക്കുന്നു. അപ്പോൾ സ്ലോലി വി ആർ ലിസ്ണിംഗ് അബൌട്ട് അതർ കൺട്രീസ്. ഇപ്പോൾ ലാറ്റ്വിയ അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്, പോലണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെയും മറ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻസിൽ പോകുന്നേക്കാളും ഈസിയർ ആണ് പോകാൻ. പക്ഷെ വൺസ് യു ആർ ദെയർ, അവിടുത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം? ഓരോ എക്കണോമിക്കും ഒരു സ്വഭാവമുണ്ട്. അതായത് എല്ലാ എക്കണോമിയിലും നമുക്ക് എല്ലാ കോഴ്സ് പഠിച്ചാലും ജോലി കിട്ടില്ല. ഇപ്പോൾ ജർമ്മനി നമുക്കറിയാം ഏറ്റവും ടെക്നോളജിക്ക് അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. UK സർവീസ് ബേസ്ഡ് എക്കണോമിയാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും, ഇപ്പോൾ ചൈന മാനുഫാക്ചറിങ് ആണ് അതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഏതാണോ അവിടുത്തെ ഏറ്റവും പ്രോമിനൻറ്റ് ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് കോഴ്സുകൾ പഠിച്ചാൽ സ്വാഭാവികമായിട്ട് ജോലി എളുപ്പമുണ്ട്. കേരളത്തിലേക്ക് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പുറത്തുപോയി പഠിക്കുക എന്നുള്ള ഗോളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ, അല്ലെങ്കിൽ പോകുന്നവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് വരും? ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ദുബായ് എടുത്ത് നോക്കിയാൽ മതി. എത്രയോ UK യൂണിവേഴ്സിറ്റീസിന് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള
അവിടുന്ന് പുറത്തു പോകാൻ താല്പര്യമില്ലാത്ത ഒരു സെഗ്മെന്റ് മാത്രമല്ല അവിടെ നിന്ന് പഠിക്കുന്നത്. Yes. ഒരുവിധം നല്ല ശതമാനം ആൾക്കാരും കാനഡയിലേക്ക് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ അവിടെ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന സെഗ്മെന്റ് എന്തായാലും പോകും. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു എക്സ്പോഷറാണ് ശരിക്കും പറഞ്ഞാൽ. എക്സ്പോഷറും പിന്നെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളതാണ് പലപ്പോഴും ഒരു ആഗ്രഹം. അതൊരിക്കലും ഇവിടെ ഒരു നല്ല യൂണിവേഴ്സിറ്റി വന്നുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതേ ക്വസ്റ്റിന്റെ തന്നെ ഒരു മറുപുറമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഐ ഹേർഡ് യു സ്പീക്ക് അബൌട്ട് ദിസ്. ഇപ്പോൾ ജർമ്മനി പോലുള്ള സ്ഥലത്ത് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, എന്നിട്ടും കുട്ടികൾ അവിടെ നിന്ന് പോകുന്നില്ലെന്ന്. ശരിക്കും അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താ ശരിക്കും? അതായത് ഇപ്പോൾ യു എസ് എടുത്തോളൂ. ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് പോകുന്നത് പറഞ്ഞ പോലെ തന്നെ യു എസ് നിന്ന് പോകുന്നത്. യു എസ് പറയുമ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് സിറ്റിസൻസിന് കൊടുക്കുന്ന സ്ഥലമല്ലേ, എന്നിട്ടും എന്തിനാണ് കുട്ടികൾ പോകുന്നത്? അപ്പോൾ എല്ലാവർക്കും നമ്മൾ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വേറെ സാഹചര്യത്തിൽ ഡിഫറെൻറ്റ് കൾച്ചറിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജീവിച്ചിട്ടുള്ള ഒരു പരിചയം അത് കിട്ടാനാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെന്ന് വെച്ചാൽ യു എസ് നിന്ന് ക്വാളിറ്റി ഓഫ് ലൈഫ് ആവണമെന്നില്ല, എക്സ്പോഷർ ആയിരിക്കാം. ജപ്പാനിൽ നിന്ന് കുട്ടികൾ പോകുന്നുണ്ട്. ജപ്പാൻ വളരെയധികം ലാംഗ്വേജ് ബാരിയറുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഗവൺമെന്റ് തന്നെ പുഷ് ചെയ്യുന്നുണ്ട് പലപ്പോഴും കുട്ടികൾ പുറത്തു പോയി പഠിക്കാനായിട്ട്. ഇവർ 75,000 കുട്ടികൾ പുറത്തു പോകുന്നത് അവരുടെ ടാർഗറ്റ് ഏകദേശം 2.5 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് അവർ ചെയ്യുന്നത്? കാരണം അവരുടെ ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലൊരു എക്സ്പോഷർ, ഗ്ലോബൽ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്ത ഒരു ജനത തന്നെ വേണമെന്നുള്ള അവരുടെ കാഴ്ചപ്പാടാണ് അല്ലേ. അപ്പോൾ ഓരോ എക്കണോമിയും അത് ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ അണ്ടർ ഡെവലപ്ഡ് ആണോ എന്തായിക്കോട്ടെ, ഓരോ മാർക്കറ്റിൻ്റെയും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അത് ഡെഫിനറ്റ്ലി ഇപ്പോൾ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, പക്ഷേ അവിടെയും എഫ്ലുവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ആ ഫ്രീ എഡ്യൂക്കേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും യു കെയിലോ കാനഡയിലോ യു എസിലോ പോയി പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവിടെ നിന്ന് പുറത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ ആ പ്ലാൻസിനെയും വീട്ടിലെ പേരൻസിന്റെ പോക്കറ്റിനെയും എങ്ങനെ ബാലൻസ് ചെയ്യാം? ഇതിൻ്റെ ഒരു ലോജിക്ക് പറയാം. 2000 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ എൻ്റെ ബ്രദർ യു എസിൽ പോയി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് വന്ന ചെലവെന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷം രൂപയാണ്. അതേ യൂണിവേഴ്സിറ്റി, അത് സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ഒരു യൂണിവേഴ്സിറ്റിയാണത്. അവിടെ ഇന്നത്തെ ചെലവ് 36 ലക്ഷമാണ്. അതായത് ഈ 24 വർഷത്തിനുള്ളിൽ ഹൈക്ക് സംഭവിച്ചത് ആകെ 16 ലക്ഷം രൂപയാണ്. എന്നാൽ 2000 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഏതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കാനുണ്ടായിരുന്ന ചെലവിൻ്റെ എത്ര മടങ്ങ് കൂടുതലാണ് ഈ 24 വർഷത്തിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്താലും വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ വരുന്ന കോസ്റ്റ് പോലും പലപ്പോഴും വരുന്നില്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ വിദേശത്ത് പോയി പഠിക്കാനായിട്ട്. തീർച്ചയായിട്ടും അതൊരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ആണ് ശരിക്കും. പക്ഷെ അഗൈൻ ആഡിങ് ഓൺ, കാരണം ഇതൊരു വളരെ ഡൗട്ട്സ് കൂടുതലുള്ള ഒരു മേഖലയാണ് ഫോർ സ്റ്റുഡൻസ്. എന്തൊക്കെ രീതിയിലുള്ള അസിസ്റ്റൻസ് ആണ് അവർക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന രീതിയിൽ വെൻ ദേ ആർ ഗോയിങ് അബ്രോഡ്? അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോണിൻ്റെ കാര്യത്തിലാണ് പറയണതെങ്കിൽ, ലോൺ പ്രധാനമായിട്ട് ബാങ്ക് ഇന്നത്തെ കാലത്ത് ആദ്യം നോക്കുന്നത് സിബിൽ സ്കോറാണ്. ഇപ്പോൾ നമുക്ക് ചോദിക്കുകയാണ് എങ്ങനെയാണ് സിബിൽ സ്കോർ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണ്, ഏകദേശം നമുക്ക് അവരുടെ ഒരു പ്രൊഫൈൽ കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഈ ആൾക്ക് ലോൺ കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത്. ബട്ട് അത് ഒരു അഷുറൻസ് അല്ലായിരിക്കും എന്നർത്ഥം. നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ഒരു അസിസ്റ്റൻസ് ആയി മാറുന്ന ഒരു കാര്യമാണ് അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. പക്ഷേ അക്കാഡമിക് മെറിറ്റ് അല്ലാതെ ഒരു പക്ഷേ സ്പോർട്സിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ ഓൾസോ യൂണിവേഴ്സിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു എന്നുള്ളത് ഇപ്പോൾ റീസെന്റ് ദെയർ വാസ് എ വീഡിയോ ഇൻ യുവർ ഇൻസ്റ്റാഗ്രാം. ഓരോ യൂണിവേഴ്സിറ്റികൾ, പുറത്തുള്ള യൂണിവേഴ്സിറ്റി പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അക്കാഡമിക്സിനോട് ഭയങ്കര ഫോക്കസ്ഡ് ആണല്ലേ. +2 ഇത്ര മാർക്ക്, 10 ഇത്ര മാർക്ക്, അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് അവിടെ കൊടുക്കുന്നുള്ളൂ. നമ്മൾ എന്തുമാത്രം പാഷനേറ്റ് ആണ് അതിനോട്, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനോട് എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ സ്പോർട്സിന്റെ യൂണിവേഴ്സിറ്റി അവിടെ കണ്ട കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര അക്കാഡമിക് സ്കോറുള്ള ആൾക്കാരല്ല. ദിലീപ് രാധാകൃഷ്ണൻ എന്ന പേര് സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാസ്റ്റർ കൺസൾട്ടന്റ് എന്ന് സെർച്ച് ചെയ്തിട്ടോ സാറിന്റെ പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. യു ഗെറ്റ് എ ലോട്ട് ഓഫ് വണ്ടർഫുൾ ട്രാവൽ വ്ലോഗ്സ്. ഈ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ള യാത്രകളുടെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന എക്സ്ട്രാ ഇതിനുള്ള സമയം ഉണ്ടാവാറുണ്ടോ? അതോ റീസെന്റ് ആണോ അങ്ങനെ എക്സ്ട്രാ യാത്ര പൊതുവെ ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം നല്ലോണം യാത്ര ചെയ്യുന്നതാണ്. തന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നു അതിലുള്ള ട്രാവൽ വ്ളോഗുകളും ഡീറ്റെയിൽസും കണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ള ആ പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഉദ്ദേശം തന്നെ ശരിക്കും പറഞ്ഞാൽ ആർക്കാണോ തന്നെ പോകേണ്ടത്, തന്നെ എക്സ്പ്ലോർ ചെയ്യണം, ഒരു കൺസൾട്ടൻ്റ് ആവശ്യമില്ലാതെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നതാണ് എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ യൂസ് തന്നെ. ലൈഫ് സ്റ്റൈൽ എന്താണ്, ടെറൈൻ എന്താ, അതടക്കം അതിൽ വരുന്നു. നോട്ട് ജസ്റ്റ് ഹൗ യു ക്യാൻ ഗോ ആൻഡ് സ്റ്റഡി, ബട്ട് ഹൗ യു വിൽ ബി ലിവിംഗ് ദർ. നമ്മുടെ പ്രിഫറൻസസ് അത് എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് വാട്ട് എവർ ഇറ്റ് ഈസ് കൃത്യമായി നമ്മുടെ ഗോൾസിലേക്ക് എത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ വി നീഡ് ജെന്യുവൻ പീപ്പിൾ ഹു വിൽ ഗൈഡ് us. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ജസ്റ്റ് സ്കിംഡ് ദ സർഫസ് എന്ന് പറയുന്ന പോലെയാണ് ഇന്നിപ്പോൾ ഡിസ്കഷൻ നടത്താൻ സാധിച്ചത്. ബട്ട് ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻസ്, ഇതേപോലെ ലൈഫ് ആൻഡ് കരിയർ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൗ കെൻ ദേ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഒന്ന് പറയാലോ അല്ലേ? എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ. ഞാൻ എപ്പോഴും പറയും എൻ്റെ ഓഫീസിലൊരു ക്വാളിറ്റി കൺട്രോൾ സെല്ലില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവങ്ങൾ ആരെങ്കിലും എടുത്തുണ്ടായി കഴിഞ്ഞാൽ എന്നെ നേരിട്ട് വിളിക്കാമെന്ന് പറയാറുള്ളൂ.
അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ട ഗൈഡൻസുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് എൻ്റെ ഓഫീസിലേക്ക് ആപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ളതല്ല, എൻ്റെ ഓഫീസ് എന്നുള്ളതല്ല, കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും എൻ്റെ പേജിൽ വന്ന് എനിക്ക് മെസ്സേജ് അയക്കാം, അവർക്ക് ഫ്രീ സർവീസ് അവൈൽ ചെയ്യാം. അത് എൻ്റെ ഒരു പാഷനാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് തുടരട്ടെ, ഒരുപാട് പേർക്ക് ആ ഒരു അസിസ്റ്റൻസ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.